ആറന്മുള വള്ളംകളിയിൽ പങ്കെടുക്കുന്ന പള്ളിയോടങ്ങൾക്ക് ഗ്രാന്റ് നൽകുമെന്ന കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം നടപ്പായില്ല. പ്രഖ്യാപനം വന്ന് 10 വർഷം പിന്നിട്ടിട്ടും കേന്ദ്ര സർക്കാരിൽ നിന്ന് ഗ്രാന്റ് ലഭിച്ചു തുടങ്ങിയിട്ടില്ല. 2015 വള്ളംകളി ഉദ്ഘാടനത്തിന് അന്നത്തെ കേന്ദ്ര ടൂറിസം മന്ത്രി മഹേഷ് ശർമ്മയാണ് പള്ളിയോടങ്ങൾക്ക് ഗ്രാന്റായി 52 ലക്ഷം രൂപ അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. 2017 വള്ളംകളി ഉദ്ഘാടനം ചെയ്യാനെത്തിയ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഗ്രാന്റ് നേടിയെടുക്കാൻ ശ്രമിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. ഓരോ പള്ളിയോടത്തിനും 1 ലക്ഷം രൂപ വീതം സഹായം നൽകാനുള്ള സാധ്യത ആരാഞ്ഞ് 2016 ഓഗസ്റ്റ് 10 കേന്ദ്ര ടൂറിസം വകുപ്പിൽ നിന്ന് കേരളത്തിന് അയച്ച കത്തിന് 1 വർഷം കഴിഞ്ഞ് 2017 ജൂലൈയിലാണ് സംസ്ഥാന സർക്കാർ മറുപടി നൽകിയത്. ഇതും ഗ്രാന്റ് ലഭിക്കുന്നതിന് തടസ്സമായി. കേന്ദ്ര സഹായത്തിനായി പള്ളിയോട സേവാ സംഘവും ശുപാർശ നൽകിയിരുന്നു. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് പമ്പാ നദിയുടെ റാന്നി ഇടക്കുളം മുതൽ ചെന്നിത്തല വരെ 52 പള്ളിയോടങ്ങളാണ് എത്തുന്നത്. ഈ പൈതൃക പള്ളിയോടങ്ങൾ ഓരോന്നും അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വർഷം തോറും 4 മുതൽ 5 ലക്ഷം രൂപ വരെ ചെലവാകുന്നുണ്ട്. കരക്കാരാണ് ചെലവ് വഹിക്കുന്നത്. 2 വർഷം മുമ്പ് നിയമസഭയിൽ പ്രമോദ് നാരായൺ MLA ഈ ആവശ്യമുന്നയിച്ചപ്പോൾ പള്ളിയോടങ്ങൾക്ക് ഗ്രാന്റ് നൽകാൻ ഏതു വിധേനയും പണം കണ്ടെത്തുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു. 2024 സംസ്ഥാന ടൂറിസം വകുപ്പിൽ നിന്ന് ആകെ 10 ലക്ഷം രൂപ ഗ്രാന്റായി ലഭിച്ചു. സാംസ്കാരിക വകുപ്പിൽ നിന്ന് വള്ളംകളിയുടെ നടത്തിപ്പിനായി ധനസഹായം അനുവദിച്ചിരുന്നു. നിലവിൽ ഗ്രാന്റായി പള്ളിയോടങ്ങൾക്ക് തുച്ഛമായ തുകയാണ് ലഭിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഓരോ പള്ളിയോടത്തിനും 10,000 രൂപ വീതം വള്ളംകളി നടക്കുന്നതിന് മുൻപ് ഗ്രാന്റ് നൽകും. ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തിൽ നിന്ന് ഗ്രാന്റുണ്ട്. വള്ളംകളിയും വള്ളസദ്യയും കഴിഞ്ഞ ശേഷമാണ് പള്ളിയോട സേവാ സംഘം എല്ലാ പള്ളിയോടങ്ങൾക്കും തുക അനുവദിക്കുന്നത്.